ഡിയർ സ്റ്റുഡൻസ്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ 25ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നമ്മൾ ചാപ്റ്റർ 3 അതായത് ബോണസ് ഷെയറുകളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അല്ലേ. ബോണസ് ഷെയറിൻ്റെ തിയറി പാർട്സ് എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ബോണസ് ഷെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അതായത് അതിനെ ബേസ് ചെയ്യുന്ന ജേണൽ എൻട്രീസ്, പിന്നീട് അത് ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസും അതിൻ്റെ സൊല്യൂഷൻസുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് തന്നെയാണ്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകൾ കാണുന്നതിന് വേണ്ടിയും മറ്റ് സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകൾ കാണുന്നതിന് വേണ്ടിയും കൊമേഴ്സ് ക്ലാസ് പാർട്ണർ എന്ന ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. ഒപ്പം തന്നെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. കൂടാതെ നിങ്ങളുടെ സംശയങ്ങളും അല്ലെങ്കിൽ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതാവുന്നതാണ്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ്. നമുക്ക് ബോണസ് ഷെയറുകളുടെ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. ദ ഫോളോവിങ് ആർ ദി ജേണൽ എൻട്രീസ് ഇൻ റെസ്പെക്ട് ഓഫ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്. താഴെ പറയുന്ന ജേണൽ എൻട്രീസ് ആണ് ബോണസ് ഇഷ്യൂവിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അതിന് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം മെയിനായിട്ട്. ഒന്ന്, വെൻ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ആർ ഇഷ്യൂഡ്. അപ്പോൾ ഫുള്ളി പെയ്ഡ് അപ്പ് ആയിട്ടുള്ള ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ പിന്നീട് പാർട്ലി പെയ്ഡ് അപ്പ് ഷെയറുകളെ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയറുകളായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയും ബോണസ് ഷെയറുകൾ നമ്മൾ ഇഷ്യൂ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ബോണസ് ഇഷ്യൂ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അത് നമ്മൾ പഠിക്കുന്നുണ്ട്. ആദ്യത്തെ കേസ് വെൻ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ആർ ഇഷ്യൂഡ് എന്നുള്ളതാണ്. അത് തന്നെ നമുക്ക് വെൻ ഇഷ്യൂഡ് അറ്റ് പാർ വാല്യൂയിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ, ഒപ്പം തന്നെ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ, അങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. അപ്പോൾ ഷെയറുകൾ നമുക്കറിയാം ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്നത് നമുക്ക് പാടില്ല അല്ലേ. ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി 2013 കമ്പനീസ് ആക്ട് പ്രകാരം സെറ്റ് ഇക്വിറ്റി ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി അല്ലാതെ നമുക്ക് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഇഷ്യൂഡ് അറ്റ് പാറുമുണ്ട്, ഇഷ്യൂഡ് അറ്റ് പ്രീമിയമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ നോക്കുന്നത് ഇഷ്യൂഡ് അറ്റ് പാറാണ്. അതിൽ ഏതൊക്കെ എമൗണ്ടുകളാണ് നമുക്ക് ഈ ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുക? ക്യാപിറ്റൽ റിസർവ് നമുക്ക് ഉപയോഗിക്കാം, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് അത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി എമൗണ്ട് നീക്കി വയ്ക്കുമ്പോൾ ഏതൊക്കെ എമൗണ്ടുകളാണ് നീക്കി വയ്ക്കുന്നത് അതാത് അക്കൗണ്ടുകളെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ക്യാപിറ്റൽ റിസർവിൽ നിന്നാണ് എമൗണ്ട് എടുക്കുന്നതെങ്കിൽ ക്യാപിറ്റൽ റിസർവിനെ ഡെബിറ്റ് ചെയ്യണം. സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിൽ നിന്നാണ് നമ്മൾ ഈ ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയുള്ള തുക കണ്ടെത്തുന്നതെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. അതുകൂടാതെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്, ജനറൽ റിസർവ് അക്കൗണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, സർപ്ലസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സാധാരണ നമ്മൾ ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ ഒരു കമ്പനി ആദ്യം തന്നെ സാധാരണ രീതിയിൽ ക്യാപിറ്റൽ റിസർവ്, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ്, CRR, DRR തുടങ്ങിയ അക്കൗണ്ടുകളിലൊക്കെ പണം ബാക്കിയുണ്ടെങ്കിൽ ആ എമൗണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ബോണസ് ഷെയറുകൾ സാധാരണ ഇഷ്യൂ ചെയ്യുക. കാരണം ഇത്തരത്തിലുള്ള റിസർവുകളെല്ലാം ഇതുപോലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ജനറൽ റിസർവ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഏത് കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക അല്ലേ, അത് അവസാനമാണ് സാധാരണ ചെയ്യുക. എങ്കിൽ പോലും കമ്പനിയുടെ ഡിസ്ക്രിഷണറി പവറാണ് ഏത് ഫണ്ട് ആദ്യം ഉപയോഗിക്കണം എന്നുള്ളത്. സാധാരണ ഈ രീതിയിലാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് ഇതേ രീതിയിൽ എഴുതി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ എങ്ങോട്ടാണ്? ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് ബോണസ് എന്ന രീതിയിൽ ഇതിൽ നിന്ന് എമൗണ്ട് നമ്മൾ നീക്കി വയ്ക്കുന്ന ജേണൽ എൻട്രിയാണ് ആദ്യം വരിക. അപ്പോൾ പാർ വാല്യൂയിൽ ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഏതൊക്കെ അക്കൗണ്ടിൽ നിന്നാണോ പണം മാറ്റി വയ്ക്കുന്നത് ആ അക്കൗണ്ടുകൾക്ക് ഡെബിറ്റ് ചെയ്തുകൊണ്ട് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അങ്ങോട്ട് പണം മാറ്റുന്നു അല്ലേ. ഇനി അടുത്തത് എന്താണ്? ഇനി നമ്മൾ ശരിക്കും ബോണസ് ഇഷ്യൂ നടത്തുകയാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ നറേഷൻ കൊടുക്കുക, ഓൺ ദി ഡിക്ലറേഷൻ ഓഫ് ബോണസ് ഔട്ട് ഓഫ് റിസർവ് ഓർ പ്രോഫിറ്റ്. ഈ റിസർവിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഫിറ്റിൽ നിന്നോ നമ്മൾ ബോണസ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ എഴുതുന്ന ഒരു ജേണൽ എൻട്രിയാണിത്. ഇനി നമ്മൾ ബോണസ് ഇഷ്യൂ നടത്തുകയാണ്. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ, ഈ ക്രെഡിറ്റ് ചെയ്ത് തന്നെ നമ്മൾ ഡെബിറ്റ് ചെയ്തുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നത്, ഇനി ക്രെഡിറ്റ് ചെയ്യാനുള്ളത് എന്തിനായിരിക്കും? നമ്മൾ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ ഈ റിസർവ് അല്ലെങ്കിൽ പ്രോഫിറ്റിനെ എല്ലാം നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യണം അല്ലേ. എത്രമാത്രം ബോണസ് ഷെയറുകളാണ് ഇഷ്യൂ ചെയ്യുന്നത് അത്രയും ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുകയാണ്. അതുകൊണ്ട് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ലയബിലിറ്റിയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നു. ഇതാണ് പാർ വാല്യൂവിലാണ് നമ്മൾ ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ആദ്യം ഈ റിസർവുകളിൽ നിന്ന് ഏതെങ്കിലും നിന്നും നമ്മൾ പണം കണ്ടെത്തി നീക്കി വയ്ക്കുന്നു, അതിനുശേഷം ബോണസ് ഇഷ്യൂ നടത്തുന്നു അല്ലേ. ഇനി നമുക്ക് വെൻ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, അതായത് ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണെങ്കിൽ അതിനുള്ള ജേണൽ എൻട്രി എന്താണെന്നുള്ളതാണ് നമ്മൾ പഠിക്കുക. നമ്മൾ ആദ്യം എഴുതുപോലെ തന്നെ ജേണൽ എൻട്രികളാണ് ആദ്യം എഴുതുക. പിന്നീട് സെക്യൂരിറ്റീസ് പ്രീമിയത്തിന് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയത്തിന് കൂടി നമ്മൾ ക്രെഡിറ്റ് കൊടുക്കാറുണ്ടല്ലേ, അതുകൂടി കൊടുക്കണമെന്ന് മാത്രമേ ഇവിടെ വ്യത്യാസമുള്ളൂ.
അതായത് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിൽ നിന്നോ ക്യാപിറ്റൽ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ നിന്നോ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്, DRR, ജനറൽ റിസർവ് അക്കൗണ്ട്, സ്റ്റേറ്റ്മെന്റ് പ്രോഫിറ്റ് ആൻഡ് സർപ്ലസ്, ഏതിൽ നിന്നെങ്കിലും ആദ്യം നമ്മൾ തുക നീക്കി വയ്ക്കുന്നു അല്ലേ, ബോണസ് ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിലേക്ക് തുക മാറ്റി വയ്ക്കുന്നു. ഇനി നമുക്ക് എന്താണ് രണ്ടാമതാണ് നമ്മൾ ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുക അല്ലേ. അപ്പോൾ അങ്ങനെ ഇഷ്യൂ ചെയ്യുമ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിനോട് ക്രെഡിറ്റ് ചെയ്യണം ഇഫ് ഇറ്റ് ഈസ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിനോട് നമുക്ക് ക്രെഡിറ്റ് കൊടുക്കേണ്ടതുണ്ട് അല്ലേ. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് സാധാരണ നമ്മൾ എഴുതും. പ്രീമിയത്തിലൂടെയാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം, അത് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അഡീഷണൽ ആയിട്ട് ഒരു ക്രെഡിറ്റ് കൂടെ വരും. പ്രീമിയം തുക നമ്മളിവിടെ ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ്. ഓൺ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് അറ്റ് പ്രീമിയം. ഇതാണ് നമ്മൾ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി. അടുത്തത് നോക്കുക, വെൻ ബോണസ് ഈസ് ഗിവൺ ടു കൺവേർട്ട് പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ഇൻറ്റു ഫുള്ളി പെയ്ഡ് ഷെയർസ്. പാർട്ട്ലി പെയ്ഡ് ആയിട്ടുള്ള ഭാഗികമായിട്ട് പേയ്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഷെയറുകൾ ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കി മാറ്റിക്കൊണ്ട് നമുക്ക് ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ ബോണസ് വിതരണം നടത്താം. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, നമുക്ക് CRRഉം സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടും ഇതുപോലുള്ള പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയറുകളെ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയറുകളാക്കി മാറ്റുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം നോട്ടായിട്ട് കണ്ടിരുന്നു അല്ലേ. ഇറ്റ് മസ്റ്റ് ബി നോട്ടഡ് ദാറ്റ് ദ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ആൻഡ് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് കനോട്ട് ബി യൂട്ടിലൈസ്ഡ്. ഇറ്റ് ഷുഡ് ബി യൂട്ടിലൈസ്ഡ് ഓൺലി ഫോർ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ അല്ലേ. അത് ഫുള്ളി പെയ്ഡ് അപ്പ് ആയിട്ടുള്ള ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയറുകളെ ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കാൻ വേണ്ടി അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് കണ്ടു അല്ലേ. അപ്പോൾ ആ CRRഉം സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് മാത്രം നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള ഈ അക്കൗണ്ടുകളെല്ലാം നമുക്ക് ഇതുപോലുള്ള ബോണസ് ഇഷ്യൂവിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് അല്ലേ. ഈ പറയുന്ന ഏതെങ്കിലും അക്കൗണ്ടിൽ നിന്ന് തുക നമ്മൾ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് രണ്ടാമത് വരുന്ന ജേണൽ എൻട്രി, അതായത് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയറുകളെ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയറുകളാക്കുന്നതിന് വേണ്ടിയുള്ള ബോണസ് ഇഷ്യൂ ആണല്ലേ. അപ്പോൾ ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അടുത്ത ജേണൽ എൻട്രി എന്താണ് വരേണ്ടത്, പാർട്ട്ലി പെയ്ഡ് അപ്പ് ആണെങ്കിൽ നമ്മൾ അതിനെ ആദ്യം ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കി മാറ്റണം. അതിനുവേണ്ടി നമ്മൾ കോൾ ചെയ്യണം അല്ലേ. അപ്പോൾ കോൾ മണി ഡ്യൂ ആകുമ്പോൾ കോൾ ചെയ്യുമ്പോൾ ഉള്ളതാണ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഓൺ മേക്കിംഗ് ദി ഡ്യൂ ദ ഫൈനൽ കോൾ അല്ലേ. ഫൈനൽ കോൾ വിളിച്ചുകൊണ്ട് ബാക്കിയുള്ള അല്ലെങ്കിൽ ഫൈനൽ കോൾ ഡ്യൂ ആവുന്നതായിട്ടുള്ള ജേണൽ എൻട്രി നമ്മൾ എഴുതുകയാണ്. ഇനി സാധാരണ എന്താണ്, ഫൈനൽ കോൾ മണി കിട്ടുന്നതാണ് സാധാരണ ജേണൽ എൻട്രി വരിക അല്ലേ. പക്ഷേ ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് ബോണസായിട്ട് ആ എമൗണ്ട് കൊടുക്കുകയാണ് ആളുകൾക്ക് അല്ലേ. അപ്പോൾ പണമൊന്നും ഇങ്ങോട്ട് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഫൈനൽ കോൾ അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്യുന്നു അല്ലേ. ഫൈനൽ കോൾ മണി ഡ്യൂ ആവുന്നു. ആ ഡ്യൂ ആവുന്ന എമൗണ്ടിന് നമ്മൾ പകരമായിട്ട് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ ബോണസ് ഇഷ്യൂ ചെയ്യുന്നു അല്ലേ. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ഫൈനൽ കോൾ എന്നാണ് അല്ലേ. ഇവിടെ ഓൾറെഡി നമ്മൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് വന്നു കഴിഞ്ഞു. ഇനി വരേണ്ടത് എന്താണ്, ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ടാണ് ഇവിടെ വരിക. ഇതാണ് ബോണസ് ഷെയറുകൾ നമ്മൾ പാർട്ട്ലി പെയ്ഡ് ആയിട്ടുള്ള ഷെയറുകൾ ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കി മാറ്റിക്കൊണ്ട് ബോണസ് ഇഷ്യൂ നടത്തുമ്പോൾ ജേണൽ. അപ്പോൾ ഇവിടെ 3 ജേണൽ എൻട്രീസ് വരുന്നുണ്ട് അല്ലേ. ഒന്നാമത്തത് നമ്മുടെ ഫണ്ട് നീക്കി വയ്ക്കുന്നത്, രണ്ടാമത്തത് ഫൈനൽ കോൾ മണി ഡ്യൂ ആവുന്നത് അല്ലേ, മൂന്നാമത്തത് ഫൈനൽ കോൾ മണിക്ക് പകരമായിട്ടുള്ള ബോണസ് ഇഷ്യൂ നടത്തുന്നത്. അങ്ങനെ 3 ജേണൽ എൻട്രീസ് ആണ് വരിക. ഓൺ യൂട്ടിലൈസേഷൻ ഓഫ് ബോണസ് തുക ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ബോണസ് ഇഷ്യൂ നടത്തുമ്പോൾ ജേണൽ എൻട്രിയാണ് മൂന്നാമത്തെ ജേണൽ എൻട്രി. ഇനി നമുക്ക് പ്രോബ്ലങ്ങൾ ചെയ്ത് നോക്കാം. ഈ പറഞ്ഞിരിക്കുന്ന 3 കാറ്റഗറിയിലും പെട്ട പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ പ്രോബ്ലം നോക്കുക, എക്സ് ലിമിറ്റഡ് വിത്ത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് ₹5 lakhs ഡിവൈഡഡ് ഇൻറ്റു ഷെയർസ് ഓഫ് ₹10 ഈച്ച്. ഇവിടെ ₹5 lakhs എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൊത്തമുള്ള ഷെയറുകളുടെ മൂല്യമാണ് അല്ലേ. 10 രൂപയുടെ ഷെയറുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഷെയറുകളുടെ എണ്ണം നമുക്ക് 5 lakhsനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് 50,000 എന്ന് കണ്ടുപിടിക്കാമെന്നല്ലേ. അപ്പോൾ ഷെയറുകളുടെ എണ്ണവും നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഷെയറുകളുടെ എണ്ണമാണോ അതോ ഷെയറിൻ്റെ മൊത്തം മൂല്യമാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ഇവിടെ ₹5 lakhs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം മൂല്യമാണ്. അതിനെ ഷെയറുകളുടെ വില കൊണ്ട്, ഒരു ഷെയറിൻ്റെ വില കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഷെയറിൻ്റെ എണ്ണം കിട്ടും അല്ലേ. ഈച്ച് ഫുള്ളി പെയ്ഡ്, ഇത് ഫുള്ളി പെയ്ഡ് ആയിട്ട് ഷെയറുകളാണ്. ഹാഡ് റിസോൾവ്ഡ് ടു ക്യാപിറ്റലൈസ് ₹80,000 ഓഫ് ദി അക്യുമുലേറ്റഡ് റിസർവ് ഓഫ് ₹1,25,000. അപ്പോൾ 1,25,000 റിസർവ്, അക്യുമുലേറ്റഡ് റിസർവ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 80,000 ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ്, അതായത് ഇവിടെ ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് അതിനെ ക്യാപിറ്റലൈസ് ചെയ്യുക. ബൈ ഇഷ്യൂയിങ് ബോണസ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ബൈ ഇഷ്യൂയിങ് ബോണസ് ഷെയർസ് ഓഫ് ₹10 ഈച്ച് ഫുള്ളി പെയ്ഡ്. അപ്പോൾ ഇത് പാർ വാല്യൂലാണ്, 10 രൂപയ്ക്ക് തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ പാർ വാല്യൂയിൽ തന്നെ ബോണസ് ഇഷ്യൂ നടത്തുമ്പോൾ ഉള്ള ജേണൽ എൻട്രിയാണ് നമുക്കിവിടെ എഴുതുന്നത്. പാസ്റ്റ് ആൻഡ് നെസസറി ജേണൽ എൻട്രീസ് ആണ്. അപ്പോൾ ആദ്യത്തെ എൻട്രി, ഇവിടെ നമുക്ക് റിസർവ് മാത്രമേ ഉള്ളൂ അല്ലേ. മറ്റ് ഫണ്ടുകളുടെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, പ്രോഫിറ്റിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല.
അപ്പോൾ അതുകൊണ്ട് ഒറ്റ ഡെബിറ്റ് മാത്രമേ ഉള്ളൂ. ഈ റിസർവിൽ നിന്ന് നമുക്ക് എത്ര രൂപ നീക്കി വയ്ക്കാൻ പറ്റുള്ളൂ? 80,000 ആണ് നീക്കി വയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? 80,000 ആണ് ക്യാപിറ്റലൈസ് ചെയ്യുന്നത്. അപ്പോൾ റിസർവ് അക്കൗണ്ട് ഡെറ്റർ 80,000. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ആണ് അല്ലേ? നമ്മൾ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്കാണ് 80,000 നീക്കി വയ്ക്കുക. അപ്പോൾ ബോണസ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു, റിസർവിൽ നിന്ന് നീക്കി വയ്ക്കുന്നു. അടുത്തെന്താണ്? ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ? ഷെയർ ക്യാപിറ്റൽ 80,000 ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണല്ലേ? ഇഷ്യൂ ഓഫ് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയറുകൾ. അപ്പോൾ പാർ വാല്യൂയിലാണ് നമ്മൾ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ആദ്യം തുക നീക്കി വയ്ക്കുക. ക്വസ്റ്റ്യനിൽ നിന്ന് ഏത് ഫണ്ടിൽ നിന്നാണ് തുക നീക്കി വയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ റിസർവിൽ നിന്ന് ഇത്ര രൂപ, അടുത്തത് CRR നിന്ന് ഇത്ര രൂപ, DRR നിന്ന് ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം നമ്മൾ ഡെബിറ്റ് ചെയ്യണം അല്ലേ? ഡെബിറ്റ് ചെയ്ത് ആ 3 എമൗണ്ടും കൂട്ടിയിട്ട് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഒരുമിച്ച് തുക ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പോൾ ഈ ഒരു റിസർവിൽ നിന്ന് മാത്രമേ ഒരു തുക നീക്കി വയ്ക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നീക്കി വെച്ചു, അതിനുശേഷം നമ്മൾ ബോണസ് ഇഷ്യൂ നടത്തി അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഈ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നത് ഇവിടെ നമ്മൾ പാർ വാല്യൂയിൽ ഇഷ്യൂ ചെയ്യുന്നതായിട്ട് കണ്ടത് അല്ലേ? നമ്മളിനി പ്രീമിയത്തിലാണ് ഈ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നതെങ്കിലോ? അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊരു പ്രോബ്ലത്തിൻ്റെ സഹായത്തോടെ നോക്കാം. ഈ പ്രോബ്ലം നോക്കാം. AB ലിമിറ്റഡ് ഹാസ് എ ഷെയർ ക്യാപിറ്റൽ ഓഫ് ₹20 lakhs. അപ്പോൾ 20 lakhs ഷെയർ ക്യാപിറ്റൽ മൊത്തം മൂല്യമാണ് അല്ലേ? ₹20 lakhs എന്ന് പറഞ്ഞിട്ടുണ്ട്. ₹10 ആസ് ഫുള്ളി സേവ്ഡ്, ഒരു ഷെയറിൻ്റെ വില 10 രൂപയാണ് അല്ലേ? ദ കമ്പനി നൗ ഡിക്ലെയർസ് എ ബോണസ് ഔട്ട് ഓഫ് ഇറ്റ്സ് ഫ്രീ റിസർവ് ഓഫ് ₹8 lakhs. ഇപ്പോൾ കമ്പനിയുടെ കൈവശം ഫ്രീ റിസർവ് 8 lakhs ഉണ്ട്. അതിൽ നിന്ന് കമ്പനി ബോണസ് ഡിക്ലെയർ ചെയ്യുന്നു, ബോണസ് പ്രഖ്യാപിക്കുന്നു. ദിസ് ബോണസ് ഈസ് ടു ബി പെയ്ഡ് ബൈ ഇഷ്യൂ ഓഫ് ദി ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച്. അപ്പോൾ എങ്ങനെയാണ് ബോണസ് ഇഷ്യൂ നടത്തുക? അത് ഷെയറുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ടാണ്, ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ടാണ്. 10 രൂപയുടെ ഷെയറുകൾ അറ്റ് എ പ്രീമിയം ഓഫ് ₹2 per ഷെയർ, 2 രൂപ പ്രീമിയം ഉൾപ്പെടെ ആണ് ആ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുക അല്ലേ? ഇനി ഫോർ എവറി 4 ഷെയർസ് ഹെൽഡ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ്, എല്ലാ 4 ഷെയറുകൾക്കും ഒരു ഇക്വിറ്റി ഷെയറുകൾ എന്ന നിലയിൽ അല്ലേ? അപ്പോൾ 1:4 ചിലപ്പോൾ അങ്ങനെ പ്രപ്പോർഷൻ തന്നെ നിങ്ങൾക്ക് നേരിട്ട് തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ 2 ബോണസ് ഷെയർ ഫോർ 5 ഷെയർസ്, 2:5. അപ്പോൾ അതുപോലെ റേഷ്യോ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇതുപോലെയും പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ ബൈ ഇഷ്യൂ ഓഫ് ദി ഇക്വിറ്റി ഷെയർ ഓഫ് ₹10 ഈച്ച്, 10 രൂപയുടെ ഇക്വിറ്റി ഷെയറുകൾ ഫോർ എവരി 4 ഷെയർസ് ഹെൽഡ് ബൈ, 4 ഷെയറുകൾക്ക് ഒരു ഷെയറുകൾക്ക് എന്ന കണക്കിൽ ആ റേഷ്യോയിൽ. ദ ഷെയർസ് ആർ കോട്ടഡ് അറ്റ് ₹15 ഓൺ ദി ഡേറ്റ് ഓഫ് അലോട്ട്മെൻറ്റ് ഓഫ് ബോണസ് ഷെയർ. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 15 ആണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ മാർക്കറ്റ് വാല്യൂ 15 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളിവിടെ പരിഗണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നിങ്ങൾ ക്വസ്റ്റ്യനിൽ ഒരു കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നുള്ളൂ. ബോണസ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് മാർക്കറ്റ് വാല്യൂ എത്രയാണെന്ന് നോക്കേണ്ട ആവശ്യം ഇല്ല അല്ലേ? അപ്പോൾ ഇതുകൊണ്ട് നമ്മളിത് കണക്കിലെടുക്കേണ്ട ആവശ്യമില്ലെന്നുള്ളത് ഓർത്തിരിക്കാം. ഇനി ഗീവ് ജേണൽ എൻട്രീസ് ടു റെക്കോർഡ് ദി അബൌട്ട് ട്രാൻസാക്ഷൻസ്, നമ്മൾ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ജേണൽ എൻട്രി നമുക്ക് എഴുതേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ജേണൽ എൻട്രീസ് നോക്കാം. ഇപ്പോൾ ജേണൽ എൻട്രീസിൽ ആദ്യം എഴുതേണ്ടത് നമുക്ക് റിസർവിൽ നിന്ന് തുക നീക്കി വയ്ക്കണം അല്ലേ? ഫ്രീ റിസർവ് നമുക്ക് 8 lakhs ഉണ്ട്. അപ്പോൾ എത്രയാണ്, എങ്ങനെയാണ് ഷെയറുകൾ ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് നോട്ട് ചെയ്യണം. നോക്കുക, ഫോർ എവരി 4 ഷെയർസ്, എല്ലാ 4 ഷെയറുകൾക്കും ഒരു ഇക്വിറ്റി ഷെയർ വെച്ചാണ് നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ എത്ര ഷെയറുകളാണ് മൊത്തം ഉള്ളത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് 20 lakhs rupeesൻ്റെ ഷെയറുകളാണ്, 10 രൂപയാണ് വില എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ജേണലിൽ ആദ്യം റിസർവ് അക്കൗണ്ട് ഡേറ്റ, റിസർവിൽ നിന്നാണ് തുക നീക്കി വെക്കേണ്ടത്. എത്ര തുക നീക്കി വെക്കണം എന്നുള്ളത് നമ്മൾ വർക്കിംഗ് നോട്ടായിട്ട് കണ്ടുപിടിക്കുന്നു അല്ലേ? എമൗണ്ട് നീഡഡ് ടു ഇഷ്യൂ ബോണസ് ഷെയർസ് അറ്റ് എ പ്രീമിയം ഓഫ് ₹2 per ഷെയർ, 2 രൂപ പ്രീമിയം വെച്ചുകൊണ്ട് നമുക്ക് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ എത്ര രൂപയാണ് റിസർവിൽ നിന്ന് എടുക്കേണ്ടത്? ഫോർ എവരി 4 ഷെയർസ് ഹെൽഡ് 1 ബോണസ് ഷെയർ ഈസ് ഇഷ്യൂഡ് അല്ലേ? എല്ലാ 4 ഷെയറുകൾക്കും ഒരു ബോണസ് ഷെയറാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 1:4 എന്നാണ് റേഷ്യോ വരിക. ആ റേഷ്യോ ഇത് ഓർത്തിരിക്കണം ഞാൻ പറഞ്ഞു. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കാം വരുന്നത്? മനസ്സിലാക്കേണ്ടത് 4 ഷെയറുകൾക്ക് ഒരു ഷെയർ എന്നാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുക, 1:4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് ഈ 2 ലക്ഷം ഷെയറുകളിൽ എത്ര 4 ഷെയറുകളുടെ കൂട്ടമുണ്ട് എങ്കിലാണ് നമുക്ക് ഓരോ 4 ഷെയറിനും ഒരു ഷെയർ വെച്ച് കൊടുക്കണം അല്ലേ? അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? 2 ലക്ഷത്തിനെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. 2 ലക്ഷത്തിനെ നോക്കുക, ഫോർ 2 lakhs ഷെയർസ് ഹെൽഡ് 50,000 ഷെയർസ് ഷുഡ് ബി ഇഷ്യൂഡ്, 50,000 ഷെയറുകളാണ് നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ടത്. എങ്കിലാണ് നമുക്ക് 2 ലക്ഷം ഷെയറുകൾക്ക്, 4 ഷെയറുകൾക്ക് ഒരു ഷെയർ ആണെങ്കിൽ 2 ലക്ഷം ഷെയറുകൾക്ക് 50,000 ഷെയർ ആയിരിക്കും അല്ലേ? 4ൻ്റെ 4-1 1. അതുപോലെ 2 ലക്ഷത്തിൻ്റെ 4-1 50,000 എന്ന് പറയുന്നത് അല്ലേ? അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ സിമ്പിളായിട്ട് ഓർത്തിരുന്നാൽ മതി. 2 ലക്ഷം ഷെയറുകൾ, അതിൽ 1:4 ആണ് റേഷ്യോ എങ്കിൽ, അതായത് 4 ഷെയറുകൾക്കാണ് ഒരു ഷെയർ എങ്കിൽ, ആദ്യം നമുക്ക് എത്ര ഷെയറുകൾക്കാണ് ഒരു ഷെയർ എന്ന് പറയുന്നുണ്ടല്ലോ, എത്ര ഷെയറുകൾക്കാണെന്നുള്ളത് 4 കൊണ്ട് നമ്മൾ ടോട്ടൽ ഷെയറുകളെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അതായത് മൊത്തം 2 ലക്ഷം ഷെയർസിൽ
എത്ര 4 ഷെയറുകളുടെ കൂട്ടമുണ്ടെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ 50,000 ഷെയർ ഉണ്ടെന്ന് മനസ്സിലായി. 50,000-ത്തിന് ഓരോ ഷെയർ വെച്ചല്ലേ. അപ്പോൾ 50,000 ഇൻറ്റു 1 50,000. അപ്പോൾ 2 ലക്ഷം ഇൻറ്റു 1/4 1:4 എന്ന് പറഞ്ഞാൽ ഈ 2 ലക്ഷം ഇൻറ്റു 1/4 എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാണ്. അതായത് 2 ലക്ഷത്തിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ആദ്യം, പിന്നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലേ. അപ്പോൾ അത്രയും ഷെയറുകളാണ് നമുക്ക് ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ 50,000 ഷെയറുകൾ ഇഷ്യൂ ചെയ്യണം. എമൗണ്ട് നീഡഡ് എത്ര രൂപ വേണം? 50,000 ഷെയറുകളാണ് ഇഷ്യൂ ചെയ്യേണ്ടത് അല്ലേ. ഒരു ഷെയറിന് 10 രൂപ ഫേസ് വാല്യൂ, 2 രൂപ പ്രീമിയം ഉൾപ്പെടെ ഒരു ഷെയറിന് 12 രൂപ വെച്ച് വേണം അല്ലേ. 50,000 ഇൻറ്റു 12 നമുക്ക് എത്ര രൂപ വേണം? 6 ലക്ഷം രൂപ നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ ഈ 6 ലക്ഷം രൂപ വേണം നമുക്ക് 8 lakhs റുപ്പീസിൽ നിന്ന് നമുക്ക് എടുക്കേണ്ടത് അല്ലേ. മൊത്തം 8 lakhs റുപ്പീസ് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുക. പിന്നെ നമുക്ക് 6 ലക്ഷം രൂപ നമ്മളിങ്ങനെ കണ്ടുപിടിച്ച് നമ്മൾ എഴുതുന്നു. ഡിക്ലറേഷൻ ഓഫ് ബോണസ് ഔട്ട് ഓഫ് റിസർവ് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് നമ്മളിപ്പോൾ ബോണസ് ഇഷ്യൂ നടത്തുകയാണ്. അപ്പോൾ മൊത്തം എമൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. 50,000 ഇൻറ്റു 12 50,000 ഷെയറുകളാണ്. 12 രൂപ വെച്ചാണ് 6 ലക്ഷം. ഇനി നമുക്ക് താഴോട്ട് എഴുതുമ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അത് പ്രീമിയം ഷെയർ ക്യാപിറ്റലായിട്ട് തിരിച്ചെഴുതണം. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എത്ര വരും? 50,000 ഷെയറിന് 10 രൂപ വെച്ചല്ലേ. പ്രീമിയം തുക കൂടാതെ 10 രൂപ ഫേസ് വാല്യൂ മാത്രം, അത് 5 ലക്ഷം വരും. ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടിലോ 50,000 ഇൻറ്റു 2 രൂപ 2 രൂപ എന്താണ്? പ്രീമിയം തുകയാണ് അല്ലേ. അത് നമുക്ക് 1 ലക്ഷം വരും. അപ്പോൾ ഇഷ്യൂ ഓഫ് 50,000 ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ഓഫ് ₹10 ഈച്ച് അറ്റ് എ പ്രീമിയം ഓഫ് ₹2 പെർ ഷെയർ എന്ന് പറഞ്ഞുകൊണ്ട് നറേഷൻ നമ്മൾ കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്കിനി മറ്റൊരു കേസ് നോക്കാം. കൺവേർഷൻ ഓഫ് പാർലി പെയ്ഡ് ഷെയർസ്. പാർലി പെയ്ഡ് ഷെയർസ് നമ്മൾ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസുകളായിട്ട് മാറ്റുമ്പോൾ അതിൻ്റെ ബോണസ് ഷെയറുകൾ നമുക്ക് അതിനുവേണ്ടി ഇഷ്യൂ ചെയ്യുമ്പോൾ എക്സ് ലിമിറ്റഡ് ഹാസ് എ ഫുള്ളി പെയ്ഡ് ഇക്വിറ്റി ക്യാപിറ്റൽ ഓഫ് ₹5 lakhs ഡിവൈഡഡ് ഇൻറ്റു ഷെയർസ് ഓഫ് ₹10 ഈച്ച്. എക്സ് ലിമിറ്റഡിൻ്റെ ഫുള്ളി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 5 lakhs-ൻ്റെ ആണ് അല്ലേ. 10 രൂപയാണ് ഒരു ഷെയറിൻ്റെ വില. ആൻഡ് 1 lakh പാർലി പെയ്ഡ് ഷെയർസ്. നമുക്ക് ഇവിടെ 1 lakh എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. ₹1 lakh എന്ന് പറഞ്ഞിട്ടില്ല. അതായത് 1 ലക്ഷം പാർലി പെയ്ഡ് ഷെയറുകൾ, ഇവിടെ ഷെയറുകളുടെ എണ്ണമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഓഫ് ₹10 ഈച്ച് ഒരു ഷെയറിൻ്റെ വില 10 രൂപയാണ് അല്ലേ. അപ്പോൾ ഇതിൽ 7 പെയ്ഡ് അപ്പ്, അതുകൊണ്ടാണ് ഇതിന് പാർലി പെയ്ഡ് അപ്പ് എന്ന് പറയുന്നത് അല്ലേ. 10 രൂപയുടെ ഷെയറിൽ 7 രൂപ ഇതുവരെ പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളൂ ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ അത്തരത്തിലുള്ള പാർലി പെയ്ഡ് അപ്പ് ഷെയറിൻ്റെ കണക്കും പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഹാസ് ആൻ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ടു ദി ക്രെഡിറ്റ് ഓഫ് ഇറ്റ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആയിട്ട് 2 lakhs ഉണ്ട് അല്ലേ. ₹2 lakhs ഉണ്ട്. കൂടാതെ ഫ്രീ റിസർവ് ഓഫ് ₹1,50,000 1,80,000 ഫ്രീ റിസർവും ഉണ്ട്. ആൻഡ് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് 50,000 ഉണ്ട്. സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് 50,000. അപ്പോൾ നമ്മളിവിടെ പാർലി പെയ്ഡ് അപ്പ് ഷെയറുകളെ ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കി മാറ്റുമ്പോൾ ഈ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഇതൊന്നും നമുക്ക് അതിനുവേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ. നമ്മൾ റൂൾ കണ്ടതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള തുക പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിലെ ക്രെഡിറ്റ് ബാലൻസ്, ഫ്രീ റിസർവ് ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. Then it has decided to convert the partly paid equity shares into fully paid. പാർട്ലി ഇക്വിറ്റി ഷെയറുകളെ ഫുള്ളി പെയ്ഡ് അപ്പ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. എങ്ങനെയാണ്? അപ്ലൈയിങ് ബോണസ് ഔട്ട് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ഫ്രീ റിസർവ്. ഇതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അക്യുമുലേറ്റഡ് പ്രോഫിറ്റും ഫ്രീ റിസർവും ഉപയോഗിച്ചുകൊണ്ട് ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ കൺവേർഷൻ നടത്തുക. ദ ബോണസ് ഓഫ് ഡിക്ലെയർഡ് അറ്റ് ₹6 പെർ ഷെയർ ഓൺ ദി ഫുള്ളി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ ബോണസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അതിൻ്റെ റേറ്റ് അല്ലെങ്കിൽ കാര്യങ്ങൾ എന്താണ്? 6 രൂപയുടെ ഷെയറുകൾ അല്ലേ. അറ്റ് 6 പെർ ഷെയർ, ഒരു ഷെയറിന് 6 രൂപ വെച്ചാണ് ബോണസ് ഇഷ്യൂ നടത്തിയിരിക്കുന്നത്. ഓൺ ദി ഫുള്ളി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഫുള്ളി പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ എമൗണ്ടിൽ ഒരു ഷെയറിന് 6 രൂപ വെച്ചുള്ള ബോണസാണ് നൽകുന്നത്. എത്ര ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയറുകൾ ഉണ്ടോ അത്രയും ഷെയറുകൾക്ക് ഒരു ഷെയറിന് 6 രൂപ വെച്ച് ബോണസ് നൽകും. ആ ബോണസ് ഉപയോഗിച്ചുകൊണ്ടാണ്, ആ തുക ഉപയോഗിച്ചുകൊണ്ടാണ് പാർലി പെയ്ഡ് അപ്പ് ഷെയറുകളെ ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കി മാറ്റുക. അപ്പോൾ ഇവിടെ ബോണസിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, അതിലെ ഷെയറുകളുടെ എണ്ണമാണ് അല്ലേ. അതിന് ബേസിൽ 6 രൂപ വെച്ച് ഒരു ഷെയറിന് 6 രൂപ വെച്ച് ബോണസ് നൽകുന്നു. ആ തുക ഉപയോഗിച്ചുകൊണ്ട് പാർലി പെയ്ഡ് അപ്പ് ആയിട്ടുള്ള ഷെയറുകൾ ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കി മാറ്റുന്നു. അപ്പോൾ നമുക്ക് ജേണൽ എൻട്രീസ് എഴുതാം. അത് നമുക്ക് എന്താണ് എഴുതേണ്ടത്? എത്ര രൂപയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് കണ്ടുപിടിക്കണം അല്ലേ. എത്ര രൂപയാണ് വേണ്ടത്? ഇവിടെ നമുക്ക് പാർലി പെയ്ഡ് അപ്പ് ആയിട്ടുള്ള ഷെയറുകൾ എത്രയുണ്ട്? ഇവിടെ 1 ലക്ഷം പാർലി പെയ്ഡ് അപ്പ് ഷെയറുകളുണ്ടല്ലേ. അതിനെ ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കി മാറ്റണമെങ്കിൽ എത്ര രൂപയും കൂടി അടയ്ക്കണം? 7 രൂപയെ അടച്ചിട്ടുള്ളൂ. ബാക്കി 3 രൂപ കൂടി അടയ്ക്കേണ്ടതുണ്ടല്ലേ. അപ്പോൾ 1 ലക്ഷം ഇൻറ്റു 3 രൂപ, 3 ലക്ഷം രൂപയാണ് നമുക്ക് വേണ്ടത്. ഈ 3 ലക്ഷം രൂപ വേണം. ഈ 3 ലക്ഷം രൂപ നമുക്ക് എങ്ങനെ എടുക്കാം? ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് 2 ലക്ഷം എടുക്കാം അല്ലേ. ഇവിടെ 2 ലക്ഷം ഉണ്ട്. ഇനി നമുക്ക് എത്രയുണ്ട്? റിസർവിൽ നിന്ന് നമുക്ക് 1,80,000 ഉണ്ട്. നമുക്ക് എത്ര രൂപയുടെ ആവശ്യമുള്ളൂ? 3 ലക്ഷം ആവശ്യമുള്ളൂ അല്ലേ. അപ്പോൾ റിസർവ് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ 1 ലക്ഷം കൂടി എടുക്കുന്നു. അപ്പോൾ നമുക്ക് മൊത്തം 3 ലക്ഷം രൂപ അല്ലേ. ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 3 ലക്ഷം രൂപ എഴുതുന്നു. പിന്നെ നമുക്ക് അടുത്തത് എന്താണ്? അടുത്തത് നമ്മൾ ഷെയർ ഫൈനൽ കോൾ അല്ലേ. നമ്മൾ ഫൈനൽ കോൾ മണി
ഡ്യൂ ആവുന്നതായിട്ട് അല്ലെങ്കിൽ ഷെയർ ഫൈനൽ കോൾ ചെയ്യുകയാണല്ലേ, ഫൈനൽ കോൾ ചെയ്യുന്നു. എത്ര രൂപയാണ് വരിക? 1 ലക്ഷം ഇൻറ്റു 3 രൂപ. 1 ലക്ഷം രൂപ 3 രൂപയാണ് നമുക്ക് ആവശ്യമുള്ളത് അല്ലേ, 3 രൂപയാണ് നമുക്ക് ഇനി അടയ്ക്കാനുള്ളത്. 1 ലക്ഷം ഷെയറിന്മേൽ 3 ലക്ഷം രൂപയാണ് അടയ്ക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഫൈനൽ കോൾ പണി നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ അതിൻ്റെ വർക്കിംഗ് നോട്ടുകൾ ഇതെങ്ങനെയാണ് ഈ രൂപകളെല്ലാം കിട്ടിയിരിക്കുന്ന വർക്കിംഗ് നോട്ടുകൾ കാണിക്കേണ്ടതാണ്. അപ്പോൾ എമൗണ്ട് ഓഫ് ബോണസ് എത്രയാണ്? 50,000 ഫുള്ളി പെയ്ഡ് ഷെയർ ബേസ് ഇൻറ്റു 6 പെർ ഷെയർ. 50,000 എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് മനസ്സിലാക്കണം. ഓർക്കുക, ഇവിടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിൻ്റെ ബേസിലാണ് ഓരോ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിനും 6 രൂപ വെച്ചാണ് ബോണസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിൻ്റെ എണ്ണം, ഷെയറുകളുടെ എണ്ണം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ 5 lakhs ആണ്, 10 രൂപയാണ് അല്ലേ. അപ്പോൾ 5 lakhs ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുമ്പോൾ നമുക്ക് 50,000 ഷെയറുകൾ കിട്ടും. ആ 50,000 ആണ് ഇത്. ആ 50,000 ഷെയറുകളുണ്ട്, അതിന് ഓരോന്നിനും 6 രൂപ വെച്ച് കിട്ടും അല്ലേ. അതാണ് പറഞ്ഞിരിക്കുന്നത്. 6 പെർ ഷെയർ ഓൺ ദി ഫുള്ളി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ നമുക്ക് 50,000 ഇൻറ്റു 6 3 ലക്ഷം രൂപ കിട്ടി. ഇനി എത്ര രൂപയാണ് നമുക്ക് ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യേണ്ടത്? ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യേണ്ടത് 3 ലക്ഷമാണ് അല്ലേ. 1 ലക്ഷം ഷെയറിന് 3 ലക്ഷം, 7 പെയ്ഡ് അപ്പ് ആണ്. ബാക്കിയുള്ള തുകയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതും എത്രയാണ്? 1 ലക്ഷം ഇൻറ്റു 3 3 ലക്ഷമാണ് അല്ലേ. അപ്പോൾ ഈ 3 ലക്ഷം രൂപ ഈ പാർലി പെയ്ഡ് അപ്പ് ഷെയറുകളെ ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കാനുള്ള 3 ലക്ഷം രൂപ എടുക്കുന്നത് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയറുകളുടെ എണ്ണത്തിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് അതിന് ബോണസ് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ബേസ് ആണത് അല്ലേ. ദ റിക്വയർഡ് എമൗണ്ട് ഈസ് യൂട്ടിലൈസ്ഡ് ഔട്ട് ഓഫ്. എങ്ങനെയാണ് തുക കണ്ടെത്തിയിരിക്കുന്നത്? അത് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമ്മൾ അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്നും പ്രീ റിസർവിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് കനോട്ട് ബി യൂട്ടിലൈസ്ഡ് ഫോർ ദിസ് പർപ്പസ്. സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള നോട്ടോട് നമുക്ക് എഴുതി വെക്കാവുന്നതാണ് അല്ലേ. അതായത് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് അറ്റർ 1 ലക്ഷം രൂപ നമ്മൾ ഫൈനൽ കോൾ മണി ഡ്യൂ ആവുന്നതായിട്ട് എഴുതുന്നു. 1 ലക്ഷം ഇൻറ്റു 3 3 ലക്ഷം. ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 1 ലക്ഷം ഇൻറ്റു 3 3 ലക്ഷം അല്ലേ. ഫൈനൽ കോൾ മെയ്ഡ് ഓൺ 1 lakh ഷെയർസ് ഓഫ് ₹10 പെർ ഷെയർ. ഇനി നമുക്ക് ഈ നമ്മൾ നീക്കി വെച്ച 3 ലക്ഷം രൂപ ബോണസ് ഇഷ്യൂ നടത്തുന്നതിന് വേണ്ടി ഫൈനൽ കോൾ മണി അടയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയാണ്. അതായത് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റർ 3 lakhs ടു ഷെയർ ഫൈനൽ കോൾ അല്ലെ. ഇനി ഷെയർ ഫൈനൽ കോൾ നമ്മൾ എഴുതുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന് നമ്മൾ തൊട്ട് മുമ്പത്തെ ജനറൽ ക്രെഡിറ്റ് ചെയ്തിരുന്നു അല്ലേ. ഇപ്പോൾ ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു 3 lakhs യൂട്ടിലൈസേഷൻ ഓഫ് ബോണസ്. അപ്പോൾ ഇങ്ങനെയാണ് പാർലി പെയ്ഡ് അപ്പ് ഷെയറുകളെ നമ്മൾ ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കിക്കൊണ്ട് ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ജനറൽ എൻട്രീസ്. അപ്പോൾ ബോണസ് ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് നോർമലായിട്ട് വരാൻ സാധ്യതയുള്ള പാർ വാല്യൂയിലും പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോഴും പിന്നീട് പാർലി പെയ്ഡ് അപ്പ് ഷെയറുകളെ ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കുമ്പോഴുള്ള പ്രോബ്ലംസും അതിൻ്റെ ഡിസ്കഷനുമാണ് ഇന്ന് കണ്ടത്. നമുക്കിനി ഇതിൻ്റെ ബാക്കിയുള്ള പോർഷൻസ് നമുക്കിനി അടുത്ത ദിവസം എടുക്കാം.